എൻ്റെ ദൈവം എൻ്റെ സംരക്ഷണത്തിന് കൂടെയുണ്ട്. ആ ദൈവം എൻ്റെ തലയെ ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതൽ ഈ നാളുകളിൽ ശ്രേഷ്ഠമായി അനുഗ്രഹമായി അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന ഒരു ശ്രേഷ്ഠതയേറിയ ആലോചന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനഭാഗം ഇങ്ങനെ വായിക്കുകയാണ്: അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഈ നാളുകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിതയാത്രയിൽ ഇതാണ് നമ്മിൽ കൂടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം പലരും പറയുന്ന വാക്കുകളാണ് നാം ശിരസ വഹിച്ച് മുമ്പോട്ട് പോകുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ തകർച്ചകൾക്ക് കാരണമായി ഭവിക്കുന്നത്. ഇതിപ്പോൾ ദാവീദാണ് വിളിച്ചു പറയുന്നത്. രാജകീയ ഭരണത്തിന്റെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ തൻ്റെ മകനാകുന്ന അബ്ശാലോം തനിക്കെതിരായിട്ട് വലിയ നിഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞു. ജനത്തെ മുഴുവൻ അവന്റെ വശത്താക്കി നുണപ്രചാരണങ്ങൾ അധികം ശക്തിയോടുകൂടി ആ ദേശം മുഴുവൻ പരത്തി. ജനം മുഴുവൻ അവനോട് കൂടെയായി. ദൈവം വിചാരിച്ചാൽ പോലും അവൻ രക്ഷപ്പെടില്ല എന്ന നിലയിലേക്ക് നാട്ടുകാർ കൂട്ടം കൂടി പരക്കെ പറയാൻ തുടങ്ങി. ആ സാഹചര്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ ഭക്തൻ പറയുകയാണ്, ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഞാൻ പറയുന്നു എന്ന് താൻ പറഞ്ഞില്ല. താൻ പറയുകയാണ്, എന്നെ കുറിച്ച് പലരും അങ്ങനെ പറയുന്നു. പ്രിയ ദൈവവേദലേ, ഇതുപോലെ പല സാഹചര്യങ്ങൾക്കകത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളും പറയത്തില്ലേ, അവരെല്ലാവരും ഇങ്ങനെ പറയുന്നു, അവരിങ്ങനെയാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്ന് കേട്ട് വ്യസനിച്ചിരിക്കുന്ന ദൈവവേദലേ, നിന്നോടാണ് ഞാൻ പറയുന്നത്. നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആലോചന കേൾക്കേണ്ടത് പിശാചിന്റെ വായിൽ നിന്നല്ല, അല്ലെങ്കിൽ പൈശാചിക ആധിപത്യങ്ങൾ വായായി ഉപയോഗിക്കുന്ന മനുഷ്യരുടെ വായിൽ നിന്ന് കേൾക്കുന്ന ദൂഷണ വാക്കുകൾ നിന്റെ തലയിലേക്ക് എടുത്തു വച്ചിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി നിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന, വ്യസനപ്പെടുത്തുന്ന വാഗ്ദത്തം തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോൾ ആ വാഗ്ദത്തത്തിലേക്ക് എത്തിപ്പിടിക്കുന്നതിന് വിരോധമായി നിലനിൽക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെ ഈ ദിവസങ്ങളിൽ ശാസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ പോലും അവന് രക്ഷയില്ലെന്ന് ജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, യഹോവ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇവിടെ നോക്കിക്കേ, നാട്ടുകാരും ആ രാജ്യത്തിലുള്ള സകല വ്യക്തിത്വങ്ങളും തനിക്കെതിരായിട്ട് ശക്തിയോടെ ഗൂഢപ്രചരണങ്ങൾ ശക്തിയോടെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ദാവീദ് വിളിച്ചു പറയുന്ന കേട്ടോ, എൻ്റെ ദൈവം എനിക്ക് പരിചയമായിട്ട് കൂടെയുണ്ട്. അമേൻ, അമേൻ. എൻ്റെ ദൈവത്താൽ എൻ്റെ തല ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ദൈവം ആക്കി വെച്ച സ്ഥലത്ത്, ദൈവമാക്കി വെച്ച സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ നിന്ദിക്കപ്പെടുക, പരിഹസിക്കപ്പെടുക, ഒറ്റയ്ക്ക് ഹൃദയം പൊട്ടുന്ന വേദനയ്ക്കകത്ത് കൂടെ താൻ കടന്നു പോകുകയാ. താൻ സ്നേഹിച്ച പലരും എതിരായിട്ട് സംസാരിച്ചു. ആ വാക്കുകളൊക്കെ കാതിൽ കേട്ടു. പക്ഷേ അവൻ ആ വാക്കിനെ അകത്തളത്തിലിട്ടിട്ട്, അയ്യോ അവരെല്ലാം അങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെയാണോ എന്ന നിലയിലേക്ക് കടന്നു പോകാതെ താൻ അതിനെ, ആ വാക്കുകളെ എതിർത്തിട്ട് താൻ അധികാരത്തോടെ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ സംരക്ഷണത്തിന് കൂടെയുണ്ട്. ആ ദൈവം എൻ്റെ തലയെ ഉയർത്തുന്നവനാണ്. പ്രിയ ദൈവവേദലേ, അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ബലം. ദൈവത്തോടുള്ള ആ വിശ്വാസത്തിലും അടിയുറച്ച ആ അടിസ്ഥാനത്തിനകത്തിലും യേശു കർത്താവ് പറയുന്നത് പോലെ മണ്ണിൽ അടിസ്ഥാനമിട്ടവരെ പോലെ അല്ല, പാറയിൽ വീട് പണിന്നവരെ പോലെ ഉറച്ചു നിൽക്കുക. മണ്ണിന്മേൽ അടിസ്ഥാനമിട്ടു, പാറയിൽ വീട് പണിതു. ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിൽ ഒരേ ചെലവിലാണ് കാര്യങ്ങളെല്ലാം നടന്നത്. പക്ഷെ അടിസ്ഥാനം ഒരുവൻ്റേത് തെറ്റിപ്പോയി. അങ്ങനെ ആണെങ്കിൽ പ്രിയ ദൈവവേദലേ, കുറ്റം പറയാൻ നിൽക്കുന്നവൻ അവൻ പറഞ്ഞോണ്ടേയിരിക്കും. പക്ഷേ വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് കുറ്റം പറയുന്നവരുടെ മുകളിൽ സഞ്ചരിക്കുന്നവരായി മാറണം. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്ന വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കാത്തിരിക്കുന്നവൻ നിശ്ചയമായും
ശക്തിയോടെ കഴുകനെ പോലെ പുതിയ ബലം പ്രാപിച്ചുകൊണ്ട് അധികാരത്തോടെ കയറി വരുമെന്നേ. അവനെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ചില നാളുകൾ വേദനയിലൂടെ അല്ലെങ്കിൽ ഭാരത്തിൽ കൂടെ കടന്നുപോയേക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ആ വേദനയ്ക്ക് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ആ വേദനയോ ആ ഭാരമോ കണ്ണുനീരോ പ്രശ്നങ്ങളോ അത് നിന്റെ അവസാനമല്ല. അത് അവസാനമല്ല. അവിടെ നിന്ന് പുതിയ ചിറക് ധരിച്ച് ഒരു അഗ്നി ചിറക് പോലെ മറ്റുള്ളവന്റെ മീതെ പറക്കുവാനൊരു ബലത്തെ ആ നല്ല കർത്താവ് നിനക്ക് പകർന്ന് തരുവാനിടയാകും. ദേശം ഉറ്റുനോക്കാൻ വേണ്ടി കുറച്ചു പേരെ മുമ്പോട്ട് കടന്നുപോയി. 12 പേരല്ലേ? 10 പേരും എതിരായിട്ട് പറഞ്ഞു. എന്നാൽ 2 പേർ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, കർത്താവ് നമ്മെ സഹായിക്കുന്നെങ്കിൽ ആ ദേശം നമുക്കുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം നമുക്കൊന്ന് പറയാൻ പറ്റുമോ? യഹോവയേ, എൻ്റെ ദൈവം എന്നെ സഹായിച്ച ഞാനൊരു വിജയമാണ്. ആ ഒരു വിജയത്തിന്റെ തലത്തെ പ്രവചിക്കാൻ നിന്റെ നാവിനെ നീ ഉപയോഗിക്കുക. മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ എതിർത്തിട്ട്, വാക്കുകളെ മനസ്സിനകത്തിലേക്ക് കൊണ്ടുവരാതെ അതിനെ എതിർത്തിട്ട് പറയും, എൻ്റെ ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെന്നേ. ആ വാഗ്ദത്തത്തിനനുസരിച്ച് ഞാൻ യാത്ര ചെയ്യുന്നത്, ഇതുവരെ എത്തിയത് എൻ്റെ ദൈവത്തിന്റെ മഹാകരുണയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ, കർത്താവിന്റെ കൂടെയുണ്ട്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അബ്ശാലോം എന്ന് പറയുന്ന ആ മകൻ അതൊരു ഓർമ്മയായിട്ട് മാറി. എല്ലാവരും പറഞ്ഞു അവനിപ്പോ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന്, അവനിപ്പോ വലിയ സംഭവമായിരിക്കും എന്നൊക്കെ. കുറ്റം പറയുന്നവരും കുത്തുവാക്കുകളൊക്കെ പറയുന്നവരും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിച്ചു പോകും. പക്ഷേ വാഗ്ദത്തമുള്ള ദൈവവേദനെ നീ വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. 52-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ ദാവീദ് വിളിച്ചു പറയുക, ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാണ്. പ്രിയ ദൈവവേദനയിലെ അടിസ്ഥാനം അവന്റെ ശക്തിയുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ അടിസ്ഥാനം എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൈവത്തോടുള്ള വിശ്വാസത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോ എന്നെ തകർക്കാൻ വേണ്ടി മാനസികമായി പോലും മുമ്പോട്ട് സ്വസ്ഥതയെ പോലും നശിപ്പിച്ച് കളയത്തക്ക നിലയിൽ എഴുന്നേറ്റ് വരുന്ന ദുർശക്തികൾ പടച്ചു വിടുന്ന വാക്കുകൾക്ക് പോലും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ ആ വാഗ്ദത്തത്തിന്റെ മുകളിലാ വളർന്ന് പന്തലിച്ച് നിലനിൽക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചു നോക്കിക്കേ, അപ്പോസ്തലന്മാരുടെ ചരിത്ര പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദാവീദിനെ കുറിച്ച് വചനം പറയുകയാണ്, ഞാൻ ഇശായിയുടെ മകനാകുന്ന ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും. പ്രിയ ദൈവവേദനേ, അങ്ങനെ ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാം, എൻ്റെ അടിസ്ഥാനം എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാണ് വരുന്നത്. റൂട്ട് ദൈവത്തിന്റെ ആലയത്തിനകത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആ അടിസ്ഥാനത്തിനകത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ കർത്താവ് എന്നെ സഹായകനായി ഇറങ്ങി വരും. ആ കർത്താവിന്റെ സഹായത്താൽ ഞാനൊരു അനുഗ്രഹമായി തീരും. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട് പറ, കർത്താവേ, എൻ്റെ തല ഉയർത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിലോ ജോലി സ്ഥലത്തോ നീ ആയിരിക്കുന്ന സമൂഹത്തിലോ എത്ര തന്നെ നിന്ദിക്കപ്പെട്ടാലും അതിന് വിരോധമായി അടുത്ത വാക്യം വിളിച്ചു പറ, ഞാൻ എൻ്റെ ദൈവത്താൽ തഴയ്ക്കും, ഞാൻ എൻ്റെ ദൈവത്താൽ ഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവം എന്നെ നിന്ദിച്ചവരുടെയും ആ സമൂഹത്തിൻ്റെയും നടുവിൽ തല ഉയർത്തിപ്പിടിച്ച് നിർത്തുവാനിടയാകും. പ്രിയദൈവവേദനയിലെ അതാണ് നാം പറയേണ്ട വാക്കുകൾ. മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കിലും അപ്പുറത്ത് എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ തലമുറയിലും സംഭവിക്കാൻ പോകുന്നു എന്ന് യഥാർത്ഥമായി വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ യാത്ര ചെയ്യുക. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കും. അത്ഭുതങ്ങൾ സാധ്യമാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.